വളരെ ഈസി ആയിട്ട് മാക്സി കട്ടിങ് വീഡിയോസ് ചെയ്യും, മാക്സി സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുന്നൊക്കെ ആയിട്ട് നമ്മളെ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ മാക്സിയുടെ കട്ടിങ് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നമുക്ക് മാക്സി സ്റ്റിച്ചിങ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ എത്രയും ഈസിയിൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാലോ കാണാൻ ഭയങ്കര ഭംഗിയുള്ള മാക്സിയാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ക്ലോത്ത് എടുത്ത് വെച്ചോ, നമുക്ക് ഉടനെ തയ്ച്ചുണ്ടാക്കാം ഒരു അടിപൊളി മാക്സി. അപ്പോൾ ഇനി ആരും മാക്സി ഒന്നും വില കൊടുത്ത് പുറത്തൊന്നും നല്ല റേറ്റിനൊന്നും വാങ്ങിയിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ക്ലോത്തൊക്കെ നല്ല റേറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഡ്രസ്സും ചെയ്തേക്കുന്നത് എല്ലാ ബിഗ്നേഴ്സിനും ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, മാക്സിമം നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് ചെയ്ത് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ആണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് പീസായിട്ട് ആ ഒരു പതിച്ചടിക്കേണ്ട ആ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലോത്ത് വേഗം തന്നെ എടുത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുക. അതായത് നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ രണ്ട് ക്ലോത്തും വെക്കുക. നമ്മൾ പീസ് താഴത്തോട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് മെയിൻ ക്ലോത്ത് മുകളിലോട്ട് വെച്ചിട്ട് തയ്ക്കുകയാണ്. അതിൻ്റെ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിന് തട്ടാത്ത രീതിയിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്കത് മറിച്ചിട്ട് തയ്ക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ആ ഒരു പീസ് ക്ലോത്ത് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. നമുക്കവിടെ സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ സെൻറ്റർ പോർഷനിൽ ഞാൻ അവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ മറിച്ചിട്ടിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. പിന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ്, സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷനിൽ മുഴുവനായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എനിക്ക് ഐക്കാർഡിൽ കൊടുക്കാൻ ചില സമയങ്ങളിൽ ഞാൻ വിട്ടു പോകുന്നുണ്ട്, എന്നാലും ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നമ്മൾ ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജിൽബാബൊക്കെ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ അതിന് നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരികൊക്കെ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പം ഈ ഒരു ഓപ്പണായി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഏകദേശം ഒരു 3 ഇഞ്ചോളം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. നമ്മൾ 3.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു പീസ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു അരികോട് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലോട്ടായിട്ട് ലേസ് വെക്കുന്നത്. ഈ ഒരു ലേസ് നമ്മൾ ജിൽബാബിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ലേസാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു കളർ വെച്ചു എന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ മാക്സിക്ക് സാധാരണ രീതിയിൽ വെക്കുന്ന ആ ഒരു പൈപ്പിംഗ് പോലത്തെ ലേസൊക്കെ ഇല്ലേ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അത് വെക്കുന്നത് ഈ ഒരു മടക്കി തയ്ക്കുന്നത് അകത്തോട്ട് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഇന്ന് ഈസി ആക്കിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ ആദ്യമേ ഒന്ന് മടക്കി തയ്ച്ച് പിന്നീട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഈസി മെത്തേഡാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത്. മുന്നേയും ഞാൻ മാക്സി സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് പഴയ വീഡിയോസ് സെർച്ച് ചെയ്യാനും എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരായിരിക്കാം വീണ്ടും കമൻസിൽ ചോദിക്കുന്നുണ്ടാവുക, ഒന്നുകൂടെ ഒന്ന് ലെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സൈസുള്ള മാക്സി കട്ടിങ്, ഫ്രോക്ക് കട്ടിങ്, പ്ലീറ്റഡ് നൈറ്റി കട്ടിങ് ഒക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ ചെയ്തു തരാം കേട്ടോ, നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. കമൻറ്റ്സ് എഴുതാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് സെൻഡാക്കി കൊടുക്കുക. അപ്പോൾ നോമ്പാണ്, തകൃതിയായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കലാപരിപാടിയൊക്കെ മുമ്പോട്ട് മാഷാഅല്ലാഹ് പോകുന്നുണ്ട്. മോശമില്ലാത്ത രീതിയിൽ ചെറിയ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ജിൽബാബിൻ്റെ ഒക്കെ. അപ്പം ഇനിയും ജിൽബാബൊക്കെ ആവശ്യമുള്ളവർ കമൻറ്റ്സ് എഴുതുക. അതുപോലെ തന്നെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നമ്പറിലും കൂടി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഓൺലി വാട്സപ്പാണ്.
അപ്പോൾ ഇച്ചിരി കൂടെ സ്പീഡാക്കി പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഫുൾ നൈറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തേക്കുന്നത്. അപ്പം തന്നെ അത്രയും ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതാ നമ്മൾ ലേസ് അതിന് മുകളിലോട്ടായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു പീസ് പതിച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലോട്ടായിട്ട് ആ ഒരു സ്റ്റിച്ചിനെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ സെയിം നമ്മുടെ ലേസിൻ്റെ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറച്ച് എന്താ പറയുക, കുറച്ച് അത്രയും പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം ത്രെഡ് തന്നെ യൂസ് ആക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാക്സിക്ക് വേണ്ടി യൂസാക്കിയ ത്രെഡ് മാറ്റിയിട്ടാണ് ഈ ഒരു ലേസിന് വേണ്ടിയിട്ടുള്ള ത്രെഡ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു മാക്സിയുടെ ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് നമുക്ക് എടുത്ത് കാണാനും ഭംഗി ഉണ്ടാവാനും കാരണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ത്രെഡ് യൂസ് ആക്കിയിട്ട് ലേസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ശേഷം വീണ്ടും ത്രെഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ സിപ്പ് അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. കറക്റ്റ് സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി നോക്കുക. ഞാനൊരു ഏകദേശം ഒരു 6 ഇഞ്ചാണ് ഇറക്കം നോക്കുന്നത് കേട്ടോ, സിബിൻ്റെ ഇറക്കം. ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് എടുത്തേക്കുന്നത്. സാധാരണ സിബ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ എടുക്കുമ്പോൾ സാധാരണ സിബ് അങ്ങോട്ട് എടുത്താലും മതിയാവും. ഞാനിതിപ്പോൾ ഇവിടെ 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ചോളം ഇറക്കത്തിൽ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് ലെങ്ത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 6.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത്. സെൻറ്റർ പോർഷൻ നോക്കി നമുക്ക് വേണ്ട അത്രയും മെഷർമെൻറ്റിൽ ഇതുപോലെ ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു സിബിന് മുകളിലോട്ടായിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു 4 ഇഞ്ച് ഒരു പൊടിക്ക് നമ്മൾ മടക്കി അങ്ങ് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സിബ് അവിടെ സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സിബ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പഴയ വീഡിയോസ് നമ്മുടെ ചാനലിലൊന്ന് കയറി പഴയ വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ്, അതായത് സിബ് എങ്ങനെയാണ് സൽവാറിനായിക്കോട്ടെ അല്ലെങ്കിൽ നൈറ്റീസിനും ആയിക്കോട്ടെ സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് കയറി നോക്കുക കേട്ടോ. ഈ രീതിയിൽ 2 സൈഡും നമ്മൾ സിബിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഇതാ സിബ് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് സൂചി കുത്തി നിർത്തി എന്നിട്ട് ക്ലോത്ത് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ രീതിയിലൊന്ന് ക്ലോത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ചുളിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. മറ്റൊരു കാര്യവുമില്ല. നമുക്ക് സാധാരണ സിബാണ് എടുത്തേക്കുന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമ്മളിതൊന്നും മടക്കി തയ്ക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻവിസിബിൾ സിബ് എടുത്തുന്നുള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ സിബ് തയ്ക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം നൈറ്റിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ സിബ് ചെയ്തതിന് ശേഷം സിബിൻ്റെ മുകളിലോട്ടായിട്ട് ഹൈഡ് ചെയ്യുന്ന ആ ഒരു പടിയും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പടി നമ്മൾ ഒരു 3 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് ഇറക്കത്തിലുള്ളൊരു പടിയാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനെ മടക്കി മുകളിലെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെച്ച് അവിടെ ഒന്ന് എന്താ പറയുക പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സിബ് എത്രത്തോളം ഉണ്ടോ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൂടുതലായിട്ടുള്ള ഭാഗം നമ്മളിത് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം ഒന്ന് മടക്കി അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് മുകളിലോട്ടായിട്ട് പതിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും ലെങ്ത്തിലൊന്നും നമുക്ക് എന്താണ് ഈ ഒരു പടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇച്ചിരി കൂടെ ഷോർട്ടായിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയാണ് കേട്ടോ. പുതിയ മോഡൽ ട്രെൻഡി നൈറ്റീസൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓപ്പോസിറ്റായിട്ട് വീണ്ടും വന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നൈറ്റിയുടെ ഉൾവശം കണ്ടോ, സിബ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ഒട്ടും എവിടെയും എന്താ പറയുക ചുളുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ആ ഒരു പടിയുടെ മുകളിലോട്ടായിട്ട് ഒരു ഹൂക്ക് വെച്ച് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാനിത് ക്രോസ് പീസ് വെട്ടിയെടുക്കുകയാണ്. എപ്പോഴും റൗണ്ട് നെക്കിനൊക്കെ ഞാൻ ചൂസ് ചെയ്യാറുള്ളത് ക്രോസ് പീസാണ്. അപ്പോൾ മാക്സിയുടെ നമ്മൾ ഷേപ്പൊക്കെ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തുള്ള ക്ലോത്തില്ലേ, ആ ഒരു ക്ലോത്ത് തന്നെയാണ് ഞാൻ ക്രോസ് പീസായിട്ട് വെട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബാക്ക് നെക്ക് റൗണ്ട് നെക്കായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ക്രോസ് പീസ് ഈ ഒരു രീതിയിൽ മടക്കി ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെക്കിന്, ആ ഒരു റൗണ്ട് നെക്കിന് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് തയ്ക്കൂലേ, ആ ഒരു സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു പ്ലെയിൻ ക്ലോത്ത് ക്രോസ് പീസ് ആയിട്ടുള്ള വെച്ചിട്ടുള്ള പ്ലെയിൻ ക്ലോത്ത് വെച്ച് റൗണ്ട് നെക്കൊക്കെ
സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറിക്കുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടായിരിക്കും ബിഗിനേഴ്സിന് കേട്ടോ. അറിയുന്ന കൂട്ടുകാർക്കല്ല, പുതുതായിട്ട് നമ്മളെ ചാനലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന പുതിയതായിട്ടുള്ള തുടക്കക്കാർക്കാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മടക്കി തയ്ക്കാത്ത ആ ഒരു ഭാഗം നെക്കിൻ്റെ ആ റൗണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ സ്റ്റിച്ചൊക്കെ കൊള്ളുന്നുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പും കൂടി ഉണ്ടാവണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡൊക്കെ ഒന്ന് ഇളകി പോരാനും ചാൻസ് ഉണ്ടാവും. ഇതുപോലെ കുഞ്ഞു കട്ട് നമ്മൾ സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയിട്ട് ഉൾവശത്തോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മൾ നേരത്തെ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു ഭാഗം നേരെ ഈ ഒരു ഉൾവശത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 മടക്കൊക്കെ കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലോത്തൊക്കെ ഒന്ന് പിരിഞ്ഞ് വരാനും അല്ലെങ്കിൽ ചുളുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള നെക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ്. ഷോൾഡർ നമ്മൾ ഇറക്കി വെട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 1/2 ഇഞ്ചോളം ഇറക്കി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ 2 ഭാഗത്തുള്ള ഷോൾഡറും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇളകിപ്പോരാനോ അല്ലെങ്കിൽ ത്രെഡ് എങ്ങോട്ടെങ്കിലും എന്താ പറയുക കയറി ഇറങ്ങി ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ചിട്ട് മാത്രമാണ് ചെയ്യാറുള്ളത്. മാക്സിമം സ്റ്റിച്ചിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത് കുറക്കാനും നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ത്രെഡൊക്കെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ത്രെഡൊക്കെ ഒന്ന് വെട്ടിക്കളയുക. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പീസ് എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ലെങ്ത് ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ. പക്ഷേ മാക്സിമം ഞാൻ ലെങ്ത് കുറക്കാൻ നോക്കുന്നുണ്ട്. അത്രയും സ്പീഡിലാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. മാഷാഅല്ലാഹ് കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ കമൻറ്റ്സ് എഴുതാനും ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്ലീവിന് എക്സ്ട്രാ എടുത്ത ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്ത ഈ ഒരു പീസിനെ ഒന്ന് പതിച്ചടിക്കാനും കൂടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രം നല്ല ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ, നല്ല പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റി ഒന്നും അയൺ ചെയ്തിട്ടൊന്നും ഇടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ജോയിൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വേണം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ വലിച്ച് അല്ലെങ്കിൽ ആ ഒരു കർവൊക്കെ വരുന്നില്ലേ, ആ ഒരു സ്ഥലത്ത് സ്റ്റിച്ച് കുത്തി നിർത്തി നമ്മൾ ഫൂട്ടൊന്ന് ഉയർത്തിയിട്ട് ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സെയിം രീതിയിൽ നമ്മളിതാ ഫസ്റ്റ് വരുന്ന ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട്. മാക്സിമം ഡബിൾ സ്റ്റിച്ച് ഇടാൻ തന്നെ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റിച്ചൊക്കെ പെർഫെക്ഷനായിട്ട് അത് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ ഫൂട്ടൊന്ന് അവിടെ കുത്തി നിർത്തി ക്ലോത്തിന് ചെറുതായി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്ലോത്തിൻ്റെ അത്രയും ഭാഗം ചുളുങ്ങി കിടക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് ഒന്നും ഒട്ടും വലിച്ചു കൊടുക്കാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഒരു സ്ലീവ് ചെയ്തിട്ടുണ്ട്, കാണില്ലേ, അത്രയും പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആം ഹോൾ ഇറക്കി വെട്ടിയേക്കുന്നത് എന്തിനാണ്, അത്രയും എന്താ പറയുക ചുളുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡുള്ള സ്ലീവും കൂടി ഒന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. എപ്പോഴും സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ വെക്കുക. പിന്നീട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സൂചിയൊക്കെ കുത്തി സെക്യൂർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരുപാട് അങ്ങ് അറിയാം എന്നല്ല, എന്നാലും നമുക്കിപ്പോൾ ചെയ്ത് ആ ഒരു പ്രാക്ടീസ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത മെഷർമെൻറ്റിനനുസരിച്ച് ആ ഒരു ക്ലോത്ത് എത്രത്തോളം നമുക്ക് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ലയോ. അപ്പോൾ ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് കറക്റ്റായിട്ട് നമ്മളെ സ്ലീവ് കട്ട് ചെയ്ത ആ ഒരു ഭാഗവും നമ്മുടെ മെയിൻ ക്ലോത്ത്, അതായത് എന്താണ് നമ്മൾ നേരത്തെ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത ആ ഒരു ആം ഹോൾ ഇറക്കി കട്ട് ചെയ്ത ആ ഒരു ഭാഗമില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ക്ലോത്ത് എക്സ്ട്രാ ഒന്നും ഇല്ല. നമ്മൾ ഈ ഒരു രീതിയിൽ മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൽവാറിനായിക്കോട്ടെ നൈറ്റിക്ക് ആയിക്കോട്ടെ ഈവൻ ഫ്രോക്കിന് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മെഷർ ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ.
കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മെഷർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ ഞാൻ കമൻസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ബിസിയും കാര്യങ്ങളായതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഇടാനായിട്ട് നമ്മൾ ബ്രേക്ക് ആയി പോയത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും പുതിയ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടല്ലേ ഈ ഒരു C11 ക്ലോത്തൊക്കെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഇതുപോലൊന്ന് ഷേപ്പ് അടിച്ച് നിർത്തിയേക്കുകയാണ്. കഴിഞ്ഞു കേട്ടോ. മാക്സിയുടെ ഫൈനൽ ലുക്കാണ് നമ്മളിതാ ഈ ഒരു ലാസ്റ്റ് ഭാഗം, അതായത് മാക്സിയുടെ താഴത്തോട്ട് വരുന്ന ഭാഗം ഇതുപോലെ വേണം മടക്കി തയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നമ്മൾ ആ ഒരു ഷേപ്പൊക്കെ തയ്ച്ച ആ ഒരു ക്ലോത്ത് ഒരു സൈഡ് മാത്രം ഇച്ചിരി കട്ടിയിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗത്തെ 2 സൈഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലൊന്ന് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോസായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മറക്കാതെ ഒരു കമൻറ്റ് ചെയ്താൽ ഈവൻ നിങ്ങളൊരു തംസ് അപ്പ് എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു മാക്സിയുടെ കട്ടിങ് വീഡിയോസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസായിട്ട് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ പുതിയ എന്താ പറയുക ഫ്രോക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ പുതിയ വെറൈറ്റി സ്റ്റിച്ചിങ്ങുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.